നമസ്കാരം. ഇന്ത്യയുടെ അതിമഹത്തായിട്ടുള്ള നീതിന്യായ സംബന്ധമായിട്ടുള്ള സങ്കേതമാണ് സുപ്രീം കോടതി. അവിടെ ഇന്നലെ നടന്ന സംഭവം അറിഞ്ഞല്ലോ. ചെരുപ്പേർ. ആരാണ് ചെരുപ്പ് എറിഞ്ഞത്? ആരുടെ മുഖത്ത്, ആരെ ലക്ഷ്യം വെച്ചിട്ടാണ് എറിഞ്ഞത്? ഇത് ചെറിയൊരു ചോദ്യമല്ല കേട്ടോ, ഉത്തരവും ചെറുതല്ല. ഇതൊരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മുഖത്തേക്കല്ല ഈ ചെരിപ്പെറിഞ്ഞത്. ഇന്ത്യയുടെ ജനസംഖ്യയിൽ 99% വരുന്ന ദളിതര്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ബുദ്ധന്മാർ എന്നിത്യാദി ആളുകൾ, അവരുടെ മുഖത്തേക്കാണ് ഈ ചെരുപ്പ് എറിഞ്ഞത് ഒരു സവർണ ഹിന്ദു. പക്ഷെ ചെരുപ്പ് ചെന്ന് വീണത് എവിടെയാണെന്നറിയാമോ? ചെരുപ്പ് ചെന്ന് പതിച്ചത് എവിടെയാണെന്നറിയാമോ? അവിടെയാണ് രസം. നമസ്കാരം. ഇന്ത്യയുടെ സുപ്രീം കോടതി എന്ന സംസ്ഥാപനം, അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ലോകമെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമാണല്ലോ അത്. ഇന്ത്യയുടെ പാർലമെന്റിന് തത്തുല്യമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ് സുപ്രീം കോടതിയും. പക്ഷെ ഇന്നലെ അവിടെ നടന്നത് തെരുവില് ഇന്ത്യയുടെ തെരുവില് നടക്കുന്ന കാര്യങ്ങൾ, അതിന് തത്തുല്യമായിട്ടുള്ള കാര്യമാണ് നടന്നത്. ചെരുപ്പ് ഊരി എറിഞ്ഞു ആ മഹോന്നത സ്ഥാനത്തേക്ക്. അവിടെ ഗാന്ധിയുടെ ചിത്രവും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ 71കാരനായിട്ടുള്ള ഒരാള്, രാകേഷ് കിഷോർ എന്ന് പറയുന്ന ഒരു ഹിന്ദു സവർണൻ, ഹിന്ദുത്വവാദി, സംഘപരിവാറിൻ്റെ ആള്, അയാളാണ് ഈ ചെരുപ്പ് എറിഞ്ഞത്. നമ്മൾ ചുരുക്കി കാണുകയാണെങ്കിൽ 71 വയസ്സുകാരനായിട്ടൊരാൾ പെട്ടെന്നൊരു ബുദ്ധിമോശം കാണിച്ചു. ആരുടെ മുഖത്തേക്ക് എറിഞ്ഞത്? സുപ്രീം കോടതി ചീഫ് ജഡ്ജിയുടെ മുഖത്തേക്കാണ് എറിഞ്ഞത്. ഗവായി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കാണ് എറിഞ്ഞത്. ഇത്രയേ ഉള്ളൂ. പ്രത്യക്ഷത്തിലെ കാര്യം ഇത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ നമ്മൾ അതിനുള്ളിലോട്ട് കടന്ന് ചിന്തിക്കേണ്ടുന്ന ബഹുവിധ വിഷയങ്ങളുണ്ട്. ചെരുപ്പെറിഞ്ഞതൊരു സവർണനാണ്, ഒരു ഹിന്ദുത്വവാദിയെയാണ്, സനാതനധർമ്മവാദിയെയാണ്. സനാതനധർമ്മത്തെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സംരക്ഷിക്കുമെന്ന് പറയുന്ന അതുരാധന വികൃത ബുദ്ധിയുടെ ഒരു ഭാഗം. ആ ബുദ്ധിയാണല്ലോ സംഘപരിവാർ കൊണ്ട് നടക്കുന്നത്. പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടാണ് ഹിന്ദുമതത്തെ വളർത്താൻ പോണത്. എറിഞ്ഞത് ദളിത് സമൂഹത്തിൻ്റെ ഒരു വക്താവായിട്ടുള്ള, ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ വക്താവായിട്ടുള്ള, ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരാൾ, ബുദ്ധമതക്കാരൻ ഗവായി, അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചിട്ടാണ് എറിഞ്ഞത്. എറിയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, സനാതൻ ധർമ്മ കാ അപമാൻ നഹി സഹേഗ ഹിന്ദുസ്ഥാൻ. സനാതന ധർമ്മം, ഇന്ത്യ വിൽ നോട്ട് ടോളറേറ്റ് insult to Sanatana Dharma. Hardly it's possible to tolerate. We will offend. അതാണ് ഇവിടെ കാണിച്ചത്. എന്താണ് കേസിൻ്റെ ആസ്പദമായുള്ള സംഭവം? എന്താണ്?
മധ്യപ്രദേശിലെ ഖജുരാഹോ അവിടെയുള്ള ജാവരി ക്ഷേത്രത്തിൽ 7 അടി ഉയരമുള്ള ഒരു ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രതിമയുണ്ട്. തലയില്ല. മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസേബാണ് അത് തകർത്തത് എന്നും ഒരു ശ്രുതിയുണ്ട്. ഇതിങ്ങനെ നിൽക്കുന്നത് ഒരു അപമാനമാണ്, സനാതനധർമ്മത്തിനൊരു അപമാനമാണ്. ആയതുകൊണ്ട് അതിനു വേണ്ടുന്ന കാര്യക്രമങ്ങൾ അത് പുതുക്കിപ്പണിയുകയോ പുതുതു പണിയുകയോ അങ്ങനെ ഒരു കാര്യത്തിന് മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞൊരു ഹർജി സുപ്രീം കോടതിയിലെത്തി. സെപ്റ്റംബർ 16 2005 സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് ഗവായ് അത് തള്ളിക്കളഞ്ഞു. അതിനുശേഷം ഒരു കാര്യം കൂടി പറഞ്ഞു അദ്ദേഹം, ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്, ഹർജിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളുടെ വിഷ്ണു അതിശക്തിമാനാണല്ലോ, പ്രപഞ്ചത്തിന് അധിപതിയാണല്ലോ, സർവശക്തിമത്വാദി ഗുണഗണ വിഭൂഷിതനാണല്ലോ. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വിഷ്ണുവിനോട് പറയൂ എന്തെങ്കിലും ചെയ്യാൻ. തല കേട്ടാൽ മതിയല്ലോ ഒരു ഹിന്ദുത്വവാദിക്ക് തലയ്ക്ക് പെരുപ്പ് തുടങ്ങാൻ. അവിടെയാണ് പ്രശ്നം തുടങ്ങിയത്. അതേ വിഷ്ണു, ആ വിഷ്ണുവാണ്, ആ വിഷ്ണുവിൻ്റെ ദൈവികമായ ശക്തിയാണ് ചെരുപ്പെടുത്തെറിയാൻ എന്നെ പ്രേരിപ്പിച്ചത്. വിഷ്ണു അദ്ദേഹത്തിൻ്റെ ഉള്ളങ്ങളിൽ കയറി കൂടി പറഞ്ഞു, നിന്റെ ചെരുപ്പെടുത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എറിയണ മട്ട എന്ന് പറഞ്ഞു. ഏതായാലും ഈ പ്രശ്നം മൂടി വയ്ക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാരെ ഭരണകർത്താക്കൾ ശ്രമിച്ചത്. ബീഹാറിലെ ഇലക്ഷൻ വരെയൊക്കെയാണല്ലോ. ഈ 71 വയസ്സുകാരനെ വെറുതെ വിട്ടു. അദ്ദേഹത്തിന് ചെരുപ്പും ഒരു തളികയിലാക്കി അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തു. അദ്ദേഹം പറഞ്ഞ കടലാസും അദ്ദേഹത്തിൻ്റെ കയ്യിലിട്ട് കൊടുത്തു. പിന്നെന്താ അവിടെ നടന്നേ? ഒന്നും നടന്നില്ല. ആരാ വിഡ്ഢിയായേ? അത് കാലം തെളിയിക്കട്ടെ. ഇവിടെ നടന്നത് സവർണ ഹിന്ദുവായിട്ടുള്ള രാകേഷ് കിഷോർ ദളിതനായിട്ടുള്ള ഒരാളെ അധിക്ഷേപിച്ചു. ചിന്തിക്കണം നമ്മൾ. ഇന്ത്യയിൽ ദളിതൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം നമ്മൾ. ബുദ്ധമതക്കാരൻ്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം ഇത്തരുണത്തിൽ. ഇവിടെയുള്ള മറ്റു മതവിഭാഗങ്ങളിലെ ക്രിസ്ത്യാനികൾ, ഇസ്ലാം, അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം ഇത്തരുണത്തിൽ. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും സൂക്ഷിക്കണം. ഇന്ത്യ കട്ട് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. പണ്ടത് അറിയാൻ വേണ്ടി പറഞ്ഞിരുന്നതാണ്. എവിടെയാ മകൻ ജോലി ചെയ്യുന്നത്? അദ്ദേഹം ഉത്തരേന്ത്യയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ഗുജറാത്തിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മലഞ്ചരക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ എവിടെയാ? ദക്ഷിണേന്ത്യയിലാണ്, മട്ടാഞ്ചേരിയിലാണ്. ഇങ്ങനെയൊക്കെയും പറയും. അത് സ്ഥലത്തിൻ്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ. പക്ഷെ അത് മാറി. ഉത്തരേന്ത്യ വേറെ, സൗത്ത് ഇന്ത്യ വേറെ. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. വിന്ധ്യാശതപുരയ്ക്ക് തെക്കുള്ള നാട് അത് അവരുടെ നാട്, അവരുടെ ഇന്ത്യ അത് ദക്ഷിണേന്ത്യ. ആര്യാവർത്തം എന്ന് പണ്ട് പറഞ്ഞിരുന്ന വിന്ധ്യാശതപുരയ്ക്ക് വടക്കുള്ള നാട് അത് ഞങ്ങളുടെ നാട്, അത് അവരുടെ നാട്, ഉത്തരേന്ത്യ. ആ ഒരു മനോഭാവം വളർന്നു വരികയാണ്. അവർണ സവർണ ആ കട്ട് അതും വർദ്ധിച്ചു വരികയാണ്. ഇതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ, അതും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായവും തമ്മിലുള്ള കട്ട്
അതും വർദ്ധിച്ചു വരികയാണ്. ഒരു മുറിവാണത്, വർദ്ധിച്ചു വരികയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ഒരു സംശയം വേണ്ട, സംഘപരിവാറാണ് ഉത്തരവാദി. അവരുടെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ പോർമുന, അതിൻ്റെ പേരാ BJP. മതാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രചിന്ത. ജർമ്മനിയിൽ ഹിറ്റ്ലർ പ്രയോഗിച്ചത് അതാണ്. അധികാരത്തിലെത്താൻ വേണ്ടി കണ്ടുവച്ച വഴിയും മാർഗവും അതാണ്. ഒരു കൂട്ടം ആളുകളെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു കൂട്ടം ആളുകളെ ഒപ്പം നിർത്തി. അവിടെ നടമാടിയിരുന്ന ജൂതവിരോധത്തെ അദ്ദേഹം കത്തി ജ്വലിപ്പിച്ചു. ഹിറ്റ്ലർ അവിടുത്തെ നേതാവായി. അവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അഭിലാഷം നിറവേറ്റാൻ വേണ്ടി 70 ലക്ഷത്തോളം ജൂതന്മാരെ വകവരുത്തി. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസം അത് അന്ധമാണ്. അതിന് തെളിവുകളുടെ ആവശ്യമില്ല. വിശ്വാസത്തിന് തെളിവുകളുടെ ആവശ്യമില്ല. ന്യായീകരണങ്ങൾ വേണ്ട. വിശ്വാസം അമ്മയുടെ മുലപ്പാലിലൂടെയാണ് ഒഴുകി വരുന്നത്. അത് തലമുറയിലേക്ക് അപ്രകാരമാണ് സന്നിവേശനം നടത്തുന്നത്. വിശ്വാസത്തിൻ്റെ മേലെ അഗ്നി പടർത്തിയാൽ അത് നിന്ന് കത്തിക്കോളും. അതിന് ഇന്ധനത്തിൻ്റെ ആവശ്യമില്ല. വിശ്വാസമാണ് കത്തുന്നത്. ഇന്ധനവും വിശ്വാസം തന്നെ. ഇവിടെ ഈ സംഭവിച്ചതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് സുപ്രീം കോടതി, ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം, കുറഞ്ഞത് ഇന്ത്യക്കാരുടെ മൊത്തം ശ്രദ്ധാകേന്ദ്രം, ഇന്ത്യക്കാരുടെ മനസ്സിനെ ഹൈജാക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. എന്തിനാണത്? ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ. അവിടെയും ഇവിടെയും 2-3 പത്രങ്ങളിൽ എഴുതി 1-2 ഇൻ്റർവ്യൂ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. സുപ്രീം കോടതിയിൽ ചെരുപ്പെറിഞ്ഞതോടുകൂടി എല്ലാവരും ചോദിച്ചു, അയ്യോ ഇതെന്താ കഥ, എന്തിനാണ് ചെരുപ്പെറിഞ്ഞത്? ജനങ്ങളുടെ മനസ്സ് മുഴുവൻ അവിടേക്ക് ചെന്നെത്തി. അവിടെ കാര്യങ്ങൾ വെളിവായി. ഇത്രയും കാലം പുകമറയ്ക്കകത്ത് കിടന്നിരുന്ന കാര്യങ്ങൾ വെളിച്ചത്തേക്ക് ആനയിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കർമ്മം ചെയ്തത്. ഇന്ത്യക്കാരുടെ മനസ്സിനെ ഹൈജാക്ക് ചെയ്ത് അവിടെ ഒരു ഓർമ്മക്കുറിപ്പ് അവിടേക്ക് ഇട്ടുകൊടുത്തു. പഴയ ചാതുർവർണ്ണയവും മനുസ്മൃതിയും ചത്ത് മണ്ണടിഞ്ഞിട്ടില്ല കേട്ടോ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ഉപവീതധാരികൾക്കുള്ളത് പൂണൂല്, അവർക്കുള്ളതാണ് ഭാരതത്തിൻ്റെ മണ്ണ്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ത്രിവർണം, ആ ത്രിവർണം അഥവാ സവർണം, അവരുടെ അധീശത്വം മാത്രമേ നടപ്പിലാകൂ. ഇതൊന്ന് ബോധിപ്പിക്കണം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനായിട്ട് ഇന്ത്യയിലെ ദളിത് സമൂഹത്തിൻ്റെ വക്താവ് എന്ന് പറയാവുന്ന ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ മെമ്പറായിട്ടുള്ള ബുദ്ധമതക്കാരനായിട്ടുള്ള BR ഗവായിയെ അവിടെ ഇരയാക്കി മാറ്റി. അഥവാ ആ സമൂഹത്തെ ആ ചിന്താഗതി ഉൾക്കൊള്ളുന്നവരെ ഇരയാക്കി മാറ്റി. നിങ്ങളെന്നും ഇരയാണെന്ന് അവരെ ബോധിപ്പിച്ചു. ബ്രഹ്മസൂത്രമുണ്ട്, ന്യായസൂത്രം, സനാതനധർമ്മത്തിൻ്റെ, അതിൽ അപശൂദ്രാധികരണമുണ്ട്, എടുത്തു മാറ്റാൻ കഴിയില്ല. അതിനെല്ലാം ന്യായീകരിക്കുന്ന പ്രമാണമാണ്. ശൂദ്രൻ എപ്പോഴും കരയേണ്ടവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, താഴെ നിൽക്കേണ്ടവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപശൂദ്രാധികരണം ഗീതയിൽ പറയുന്നുണ്ട്. പരിചര്യ, അതിനുള്ള അവകാശമേ ഇവിടുത്തെ ശൂദ്ര സമൂഹത്തിലുള്ളൂ.
പരിചര്യ എന്ന കർമ്മം, പരിചര്യാത്മകം കർമ്മ ശൂദ്രൻ്റെ സ്വഭാവം അതായിരിക്കണം, അഥവാ ആ സ്വഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞവനായിരിക്കണം, അല്ലെങ്കിൽ ആ സ്വഭാവം ഉള്ളവനായിരിക്കണം. പക്ഷെ ഇപ്പം അതല്ല സ്ഥിതി. ശൂദ്രൻ്റെ മകൻ ശൂദ്രൻ. എന്താണ് ശൂദ്രൻ്റെ തൊഴിൽ? വിറക് കോരലും വിറക് വെട്ടലും വെള്ളം കോരലും, പിന്നെ കഴുകി കൊടുക്കൽ, ഇതൊക്കെ കൂടുതൽ പറയുന്നില്ല. ഉത്തരേന്ത്യയിൽ പണക്കാരനും ബ്രാഹ്മണ ത്രിവർണ്ണങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാമോ, ജയിലിൽ കിടക്കാൻ ആൾക്കാർ തയ്യാറാണ്. അവിടെ ഒരു കൊലപാതകം നടന്നാൽ ജയിലിലേക്ക് ആൾ പോകണം. ഈ കൊലപാതകം നടത്തിയവനൊരു ബ്രാഹ്മണനാണെങ്കിൽ ജയിലിൽ എണ്ണം തയ്ക്കേ വേണ്ടൂ. അപ്പോൾ ഏതെങ്കിലും ഒരു ദളിതനെ പിടിച്ച് നീ പോയിക്കോ, നിൻ്റെ വീട്ടുകാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കുറേ പൈസയും കൊടുത്ത് അവനാണ് അത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അവൻ സന്തോഷമായി ജയിലിലേക്ക് പോകണം. ജയിലിൽ പോയി ജയിലിൽ കിടക്കില്ല അവൻ്റെ ജോലിയാണ്. നമ്മൾ ദുബായിൽ പോകുന്ന പോലെ വീട്ടിലേക്ക് ശമ്പളം എത്തിക്കുന്നു. ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ആനന്ദിൻ്റെ ഒരു നോവലുണ്ട്, മരുഭൂമികൾ ഉണ്ടാകുന്നത്. അതിനത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ശംഭൂകൻ്റെ വിധി എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഏത് വിധത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും സത്യം സത്യമാണ്. ശംഭൂകൻ അധസ്ഥിതനായിരുന്നു. അയാൾ തപം ചെയ്തു. അത് അരുതാത്ത കാര്യമാണ്. അതിനുള്ള അവകാശം ത്രിവർണ്ണങ്ങൾക്കേ ഉള്ളൂ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർക്ക്, ഉപവീതം ധരിച്ചവർക്ക്, പൂണൂൽധാരികൾക്ക്. തപം ചെയ്തപ്പോൾ എന്തായിരുന്നു ശിക്ഷ? കട്ട് ചെയ്ത് കളഞ്ഞു. ആളെ കട്ട് ചെയ്ത് കളഞ്ഞു, തല കട്ട് ചെയ്ത് കളഞ്ഞു. ആരാ? ശ്രീരാമൻ, മര്യാദാ പുരുഷോത്തമൻ. മര്യാദാ പുരുഷോത്തമൻ. അട്ടപ്പാടിയിലെ മധുവിനും അത് തന്നെയായിരുന്നു വിധി. വിശപ്പ് സഹിക്കാൻ കഴിയാതെ 2 അപ്പം അയാൾ എടുത്തു. അത് കട്ടെടുത്തതല്ല, അയാൾക്കറിയില്ല താൻ ചെയ്യുന്ന കളവാണെന്ന് അയാൾക്കറിയില്ല. അവിടെ ഇരിക്കുന്നത് കണ്ടു, എടുത്ത് കഴിച്ചു. ശംഭൂകൻ്റെ വിധി, അയാളുടെ തല അയാളെ അടിച്ചു കൊന്നു, വധശിക്ഷയ്ക്ക് വിധിച്ചു. അതേസമയത്ത് ശബരിമലയിൽ സ്വർണം കെട്ട പോറ്റിയെ ജനം കൊണ്ടാടുകയാണ്. അയാൾക്ക് പേരുണ്ട്, പെരുമയുണ്ട്. ഈ അവസരത്തിലും അയാൾ സ്വതന്ത്രനാണ് കേട്ടോ. സാവകാശം കേസും കൂട്ടവും തേഞ്ഞു മാഞ്ഞു പോകും. കാരണം എന്താ? പോറ്റിയാണ്. പോറ്റി ബ്രാഹ്മണനാണ്. പോറ്റി ഉപവീതം ധരിച്ചവനാണ്. സത്യസന്ധനാണ്, വിശുദ്ധനാണ്. അത് പോട്ടെ, ചെരിപ്പേറിൻ്റെ സന്ദേശത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഹിന്ദുക്കളിലെ 99% ദളിതരും, ഒപ്പം ബുദ്ധ, ക്രൈസ്തവ, ഇസ്ലാം അവരും ഇന്നും തിര്യക്കുകളാണ്. താഴെ നോക്കി നടക്കുന്ന മൃഗങ്ങൾ, മുട്ടിലെഴയേണ്ടവർ, അഥവാ 4 കാലിൽ നടക്കേണ്ടുന്നവർ, തല താഴ്ത്തി നടക്കേണ്ടവർ. ഇതെല്ലാം പലരും വിളിച്ചു പറയുന്നുണ്ട്. ബുദ്ധിയുള്ളവരിതൊക്കെ കേൾക്കട്ടെ, ചെവിയുള്ളവരിതൊക്കെ കേൾക്കട്ടെ, ബുദ്ധിയുള്ളവരിതൊക്കെ ചിന്തിക്കട്ടെ. അന്തസ്സും ആഭിജാത്യവും ഉണ്ട് എന്ന് സ്വയം വിധിക്കുന്നവർ, അന്തസ്സും ആഭിജാത്യവും തറവാടിത്തവും കൈവിടാത്തവർ പ്രതികരിക്കട്ടെ. അല്ലാത്തവർ കാവിക്കൊടിയും പിടിച്ച് ജയ് ശ്രീരാമും വിളിച്ച് മോദിയെ ദൈവമായി കണ്ട് ആരാധിച്ച് സവർണരുടെ എച്ചിലിൽ കിടന്ന് എഴഞ്ഞ് ജീവിതം തീർക്കട്ടെ.